ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 11-12 തിരുലിഖിതങ്ങൾ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് ദൈവരാജ്യത്തിൽ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ വിരുന്നിനിരിക്കും. അപ്പോൾ രാജ്യത്തിൻ്റെ പുത്രന്മാരാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് നിത്യനരകം ഒരു മിഥ്യയോ എന്നതിനെ കുറിച്ചാണ്. വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 15-ാം തിരുലിഖിതം. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്ത എല്ലാവരും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവ് ഇതാ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എന്നെയും നിങ്ങളെയും തൊട്ടുണർത്തിയിരിക്കുകയാണ്. ദൈവപുത്രനായ യേശു, മാറ്റമോ മാറ്റത്തിന് നിഴലുമില്ലാത്ത പിതാവിൻ്റെ ഏകജാതൻ, ലോകത്തിലെ സകല മർത്യർക്കും വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്ന നിത്യജീവന്റെ വചനങ്ങൾക്ക് വേണ്ടി എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് തൊട്ട് ഉണർത്തിയിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്താം. ഓ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ അയച്ച് വചനത്തിൻ്റെ ഉൾപ്പൊരുളുകളിലേക്ക് നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 119-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളുകൾ അഴിഞ്ഞപ്പോൾ എളിയവർക്ക് അത് അറിവ് പകർന്നു, അത് പ്രകാശം പരത്തി. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, വചനം ഗ്രഹിക്കാൻ, വചനം സ്വീകരിക്കാൻ തക്കവിധം പരിശുദ്ധാത്മാവിനെ അയച്ച് ഹൃദയങ്ങൾ അഭിഷേകം ചെയ്യണമേ. തടസ്സമായി നിൽക്കുന്ന ഓരോ തടസ്സങ്ങളും പരിശുദ്ധാത്മ ശക്തിയാൽ വിട്ടുമാറിപ്പോകട്ടെ. ഓ ദൈവമേ, ദൈവവചനം കേൾക്കുമ്പോൾ മല്ലടിക്കുന്നവർ, ഹൃദയം തുറക്കാൻ പറ്റാത്തവർ, വിശ്വസിക്കാൻ പറ്റാത്തവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, ദൈവവചനം കേൾക്കുമ്പോൾ അതിന് അനുഭവമായി മാറാതെ കല്ലിച്ച ഹൃദയങ്ങളോടിരിക്കുന്നവർ, അങ്ങനെയുള്ള ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഓ ദൈവമേ, പരിശുദ്ധാത്മാവിനെ അയച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വലിയ വിടുതലും അഭിഷേകവും സൗഖ്യവും ഇപ്പോൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിത്യമായ നരകം ഒരു മിഥ്യയോ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഈ ലോകത്തിൽ ഇന്ന് അനേകം മക്കൾ ഈ കാര്യത്തെ ഒരു ഗൗരവത്തിൽ എടുക്കുന്നില്ല. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കാര്യമായി ചിന്തിക്കാത്ത ജനതകൾ അധിവസിക്കുന്ന ഒരു ഗ്രഹത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. വളരെ കുറച്ചു പേര് മാത്രമാണ് സ്വർഗത്തെയും നരകത്തെയും മരണത്തിന് ശേഷമുള്ള നമ്മുടെ നിത്യജീവിതത്തെയും ഗൗരവമായി എടുത്ത് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്ക് യേശുനാഥൻ വ്യക്തമായ പ്രതിപാദനങ്ങൾ നൽകിയിട്ടുണ്ട്. യേശുവിൻ്റെ പ്രബോധന കാലഘട്ടങ്ങളിൽ മുഖ്യമായ ഒരു പ്രതിപാദ്യ വിഷയമായിരുന്നു നമ്മുടെ ആത്മാവിൻ്റെ നിത്യനാശം അല്ലെങ്കിൽ നിത്യ നരകം. ഇതിനെക്കുറിച്ച് വളരെ സ്പഷ്ടമായ വ്യക്തമായ പ്രതിപാദനം നമ്മൾ കാണുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 31 മുതലുള്ള തിരുലിഖിതങ്ങളിലാണ്. യുഗാന്ത്യത്തിൽ
ദൈവപുത്രനായി യേശു നിത്യവിധിയാളനായി വരികയും ലോകത്തിലുള്ള എല്ലാ ജനതതികളും അവൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്ന ആ രംഗം മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ലോകത്തുള്ള സകല ജനതകളും, അത് വിശ്വാസമുള്ളവരാകട്ടെ വിശ്വാസം ഇല്ലാത്തവരാകട്ടെ, യേശുവിനെ അംഗീകരിക്കുന്നവരാകട്ടെ അംഗീകരിക്കാത്തവരാകട്ടെ, മർത്യരായി ഈ ഭൂമുഖത്ത് പറന്നിട്ടുള്ള സകല മർത്യരും ഇതാ അന്ത്യവിധി ദിനത്തിൽ ദൈവപുത്രനായി യേശുവിൻ്റെ ഇരുവശങ്ങളിലും നിർത്തപ്പെടും. സൽക്കർമ്മങ്ങൾ ചെയ്തവരും ദുഷ്കർമ്മങ്ങൾ ചെയ്തവരുമായി വേർതിരിക്കപ്പെടും. നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കപ്പെടും. അതിനുശേഷം സൽക്കർമ്മങ്ങൾ ചെയ്ത, തൻ്റെ ആത്മാവിൻ്റെ നിത്യത ഭദ്രമാക്കി ജീവിച്ച, സ്വർഗത്തിന് അർഹമാവുന്നവന് ജീവിച്ച ആളുകളോട് ദൈവപുത്രൻ പറയുന്ന വചനമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അനന്തരം രാജാവ് തൻ്റെ വലത്ത് ഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഇതാ സ്വർഗത്തിന്റെ അവകാശികളായി ഈ ഭൂമിയിൽ ജീവിച്ച മർത്യർക്ക് ഇതാ ദൈവപുത്രനായി യേശു നിത്യവിധിയാളനായി വന്ന് പരസ്യമായി സ്വർഗരാജ്യത്തിൻ്റെ കാര്യം പ്രഖ്യാപിക്കുകയാണ്. മരണത്തിൻ്റെ നിമിഷങ്ങളിൽ തനത് വിധിയിൽ സ്വർഗം ലഭിച്ചിരിക്കുന്ന ഓരോ മകനും മകളും പരിപൂർണമായി സ്വർഗരാജ്യത്തിൽ ആണെന്ന് സകലരും അറിയുന്ന സമയമാണത്. എന്താ ഇവിടെ ദൈവപുത്രൻ പഠിപ്പിക്കുന്നത്? ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. നരകമോ പാതാളമോ ലോകമോ ഇതൊന്നും അല്ല. ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ സ്ഥലം, നമ്മുടെ നിത്യ കൂടാരം സ്വർഗത്തിലാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 20-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടുന്ന് ഒരു രക്ഷകനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു പൗരത്വമുണ്ട്, നമുക്കൊരു രാജ്യമുണ്ട്, അവിടെ നമുക്കൊരു പൗരത്വമുണ്ട്. അത് നമ്മുടെ നിത്യമായ രാജ്യം സ്വർഗരാജ്യമാണ്. ലോകസ്ഥാപനം മുതൽ പിതാവ്, എൻ്റെ സ്നേഹമുള്ള പിതാവ്, നമ്മുടെ സ്നേഹമുള്ള പിതാവ് നമുക്ക് വേണ്ടി ഒരുക്കി കരുതി വെച്ച് കാത്തിരിക്കുന്നത് സ്വർഗരാജ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൽ 41-ാം തിരുലിഖിതം, മത്തായിയുടെ സുവിശേഷം 25-41 നിത്യ നരകത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ്. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. മത്തായിയുടെ സുവിശേഷം 25-41 പഠിപ്പിക്കുകയാണ്, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. അപ്പോൾ ഈ നിത്യാഗ്നി, ഈ നിത്യനരകം ആർക്ക് വേണ്ടിയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്? ഈ നിത്യനരകം മനുഷ്യന് വേണ്ടിയുള്ളതാണോ? ഞാൻ ഈ ചോദ്യം ഒരു ധ്യാനത്തിൽ ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു നിത്യനരകം ശപിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. വേറൊരു ധ്യാനത്തിൽ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ഈ നിത്യനരകം പാപികൾക്ക് വേണ്ടിയുള്ളതാണ്. സത്യത്തിൽ നിത്യനരകം ആർക്ക് വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്? ശപിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണോ? പാപികൾക്ക് വേണ്ടിയാണോ? മനുഷ്യർക്ക് വേണ്ടിയാണോ? പിശാചിനും
അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നി എന്നല്ലേ ദൈവപുത്രനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ പിശാചിന് വേണ്ടി ദൈവം ഒരു രാജ്യം ഒരുക്കിയിട്ടുണ്ട്. പിശാചിന് വേണ്ടി ദൈവം ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. കാട്ടുമൃഗങ്ങൾക്ക് വേണ്ടി ഫോറസ്റ്റ് ഒരുക്കിയിരിക്കുന്നു. മത്സ്യങ്ങൾക്ക് വേണ്ടി സമുദ്രം വെള്ളം ഒരുക്കിയിരിക്കുന്നു. അത് പക്ഷികൾക്ക് വേണ്ടി ആകാശം വിശാലത ഒരുക്കിയിരിക്കുന്നു. അതുപോലെ പിശാചിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് നിത്യനരകാഗ്നി. അതാണ് അവന്റെ നിത്യമായ വാസസ്ഥലം. ആ നിത്യനരകാഗ്നി എങ്ങനെയാണ്, എപ്പോഴാണ് ഒരു മനുഷ്യൻ അവകാശപ്പെടുത്തുന്നത്? സ്വമനസ പിശാചിനെയും അവന്റെ വഴികളെയും പുലുകി ദൈവത്തിന് നേരെ പുറംതിരിഞ്ഞ് ദൈവത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ നിത്യനരകാഗ്നിയിലേക്ക് പോവുകയാണ്. വചനം പഠിപ്പിക്കുകയാണ്, പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് സത്യത്തിൽ നരകാഗ്നി നമുക്ക് വേണ്ടിയുള്ളതല്ല, മനുഷ്യന് വേണ്ടിയുള്ളതല്ല, ദൈവമക്കൾക്ക് വേണ്ടിയുള്ളതല്ല, നമുക്ക് വേണ്ടിയുള്ള സ്വർഗമാണ്. ഇത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയുള്ള സ്ഥലം. എന്നാൽ ഞാനും നിങ്ങളും ഒരു കാരണവശാലും ദൈവത്തെ അംഗീകരിക്കാതെ, ഒരു കാരണവശാലും ദൈവത്തെ സ്വീകരിക്കാതെ ജീവിതകാലം മുഴുവനും ദൈവത്തെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോയാൽ ഞാനും നിങ്ങളും ഈ നിത്യാഗ്നിയിൽ ചെന്ന് നിപതിക്കും എന്ന് ദൈവപുത്രൻ പഠിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് CCC 1034 ഗണ്ണികയിൽ പഠിപ്പിക്കുകയാണ്, ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണത്. ആത്മാവ് മാത്രമല്ല, ഈ ശരീരം ഒരിക്കൽ ഉയർക്കും. അന്ത്യവിധി ദിനത്തിൽ, ലോകാവസാനത്തിൽ ഈ ശരീരം ഉയർക്കുമെന്ന് പറഞ്ഞു. അന്ന് നീതിമാന്മാരുടെ ആത്മാക്കളും നീതിമാന്മാരുടെ ശരീരവും സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി പിതാവിന്റെ രാജ്യത്ത് നിൽക്കുമ്പോൾ ദൈവത്തെ മനഃപൂർവ്വം തള്ളിപ്പറഞ്ഞ് ദൈവത്തെ 100% ഉപേക്ഷിച്ച് നിരീശ്വര ചിന്തയിലും ദൈവനിഷേധത്തിലും താന്തോന്നത്തിലും ജഡത്തിന്റെ വെറിക്കൂത്തുകളിലും തന്നിഷ്ടത്തിലും ജീവിച്ച് പാപത്തിൽ ജീവിച്ച് മനഃപൂർവ്വം ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വചനം പഠിപ്പിക്കുകയാണ്, അവൻ നിത്യ നരകാഗ്നിയിലേക്ക് നിപതിക്കും. അവന്റെ ആത്മാവ് മാത്രമല്ല, ശരീരവും, ദ ഹോൾ ബീയിങ്, ദ ഹോൾ അസ്തിത്വം നിത്യാഗ്നിയിലേക്ക് നിപതിക്കും എന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതനും ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മൈക്കൽ കാര്യമറ്റത്തിലച്ചൻ പറയുന്നത് പ്രകാരമാണ്, ദൈവം ആരെയും നരകത്തിന് വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. മനഃപൂർവം ദൈവത്തിന് പുറംതിരിയുകയും അവസാനം വരെ അങ്ങനെ തുടരുകയും ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ് നിത്യനരകം. സത്യത്തിൽ നമുക്ക് വേണ്ടിയുള്ളതല്ല. ആരെങ്കിലും സ്വമനസ ദൈവപുത്രനെ നിഷേധിക്കും, മനഃപൂർവ്വം മരിക്കുന്നത് വരെ പാപത്തിൽ തുടരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കുള്ളതാണ്. ഇന്നയാള് നിത്യനരകത്തിൽ പോകും, ദൈവം ഒരിക്കലും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. മരിക്കുന്ന സെക്കൻഡ് വരെ നിശ്ചയിക്കപ്പെടുന്നുമില്ല. എന്നാൽ മരണവും ജീവനും എന്റെയും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യം, മരണവും ജീവനും ഇതാ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നിനക്കെടുക്കാം. ഈ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. മരിക്കുന്ന സെക്കൻഡ് വരെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പാപത്തിൽ തന്നെ മുറുകെ പിടിച്ചാൽ പിന്നെ ആ വ്യക്തിയെ കുറിച്ച് എന്ത് പറയാനാണ്? ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 26-ാം വാക്യം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രകാരമാണ്, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം ഒരു വ്യക്തി മനഃപൂർവ്വം പാപം ചെയ്യുന്നെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ ഇനി ഒരു ബലി അവശേഷിക്കുന്നില്ല. മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കൂ. അത് തന്നെയാണ് ബൈബിൾ പണ്ഡിതനായ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചത്. ദൈവം ആരെയും നരകത്തിന് വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. മനഃപൂർവ്വം ദൈവത്തിന് പുറംതിരിഞ്ഞ് ജീവിക്കുകയും അവസാനം വരെ അങ്ങനെ തുടരുകയും ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ് നിത്യനരകം. നരകം ഉണ്ടെന്നും അത് നിത്യമാണെന്നും സഭ ഉറപ്പിച്ച് പറയുന്നുണ്ട്. മാരക പാപത്തോടെ മരിക്കുന്നവരുടെ ആത്മാക്കൾ മരണനിമിഷത്തിൽ തന്നെ അതിൽ നിപതിക്കുന്നു. ആത്മാക്കളുടെ ലോകം എന്ന പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റത്തച്ഛൻ സംസാരിക്കുകയാണ്. നരകമുണ്ടെന്നും അത് നിത്യമാണെന്നും സഭ ഉറപ്പിച്ച് പഠിപ്പിക്കുന്നുണ്ട്. മാരക പാപത്തോടെ മരിക്കുന്നവരുടെ ആത്മാക്കൾ
മരണനിമിഷത്തിൽ തന്നെ നരകത്തിൽ നിബന്ധിക്കുന്നു. സത്യത്തിൽ നരകമെന്ന് പറയുന്നത് ദൈവം ഇല്ലാത്ത അവസ്ഥയാണ്. അതാണ് ഏറ്റവും വലിയ വേദന. നാം ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുള്ളവരാണ്. എന്നാൽ ഒരു സെക്കൻഡ് ദൈവം ഇല്ലാതെ വരുമ്പോൾ നമ്മുടെ വേദന, നമ്മുടെ പെടച്ചില് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാം വിധമുള്ള ഒരവസ്ഥയിലേക്ക് മരണത്തിന് ശേഷം രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകമുണ്ട്, ഒരു നിത്യനരകമുണ്ട്, നിത്യശിക്ഷയുണ്ട്. സംശയരഹിതമായി തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. നിത്യരക്ഷയുണ്ട്, നിത്യശിക്ഷയുണ്ട്. ഇത് രണ്ടും തിരുസഭ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നുണ്ട്. കാരണം ദൈവപുത്രനായ യേശു ഈ കാര്യത്തെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവപുത്രനായ യേശു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 29-30 വാക്യങ്ങളിൽ പഠിപ്പിക്കുകയാണ്. നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. വലത്ത് കരം നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. നരകത്തെക്കുറിച്ച് ഗൗരവത്തിൽ ഒരു വ്യക്തി ചിന്തിക്കണമെന്നല്ലേ ദൈവത്തിൽ ഇതിന് ഉദ്ദേശിക്കുന്നത്? തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി, ഒരു വ്യക്തി നിത്യ നരകത്തിന് കാരണമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇരിക്കരുത് എന്നല്ലേ ദൈവത്തിൽ ഇതിൽ നിന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്? നിത്യ നരകത്തിൽ പെടാതിരിക്കാൻ വേണ്ടി നഷ്ടങ്ങൾ സഹിക്കണമെന്നും നിത്യ നരകത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ എന്തു തന്നെ നഷ്ടപ്പെടുത്തിയാലും അതൊരു നഷ്ടമല്ലെന്നും ദൈവപുത്രൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവപുത്രൻ്റെ ഉപദേശം സ്വീകരിച്ച് ഈ ലോകത്തിൽ ഒരുപാട് പേര് ജീവിച്ചിട്ടുണ്ട്. ഒരുപാട് വിശുദ്ധാത്മാക്കൾ, വളരെ സൗന്ദര്യമുള്ളവരും വളരെ ഉന്നതരും കുലീനരുമായ ഒത്തിരി പേര് മറ്റുള്ളവർ തങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്നും എൻ്റെ ദൈവത്തിലുള്ള വിശുദ്ധി, അവരുടെയും വിശുദ്ധി നഷ്ടപ്പെടാൻ സാധ്യതയെന്നും കാണുമ്പോൾ അവരുടെ ശരീരങ്ങൾ അഗ്നി കൊണ്ട് പൊള്ളിച്ചും തീയിൽ ചെന്ന് ചാടിയും അവർ ശരീരത്തെ വിരൂപമാക്കിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി യോഗ്യമായ വിധം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും നൈർമല്യം നഷ്ടപ്പെടാതെ ജീവിക്കാൻ വേണ്ടി ഉത്സാഹിച്ച ചരിത്രം ലോക ചരിത്രത്തിൽ എത്രയോ നമുക്ക് കാണിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ റീത്ത പുണ്യവതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? റീത്ത പുണ്യവതി ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ചില പ്രത്യേക സാഹചര്യത്തിൽ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടു. ആ വിശുദ്ധയായ സഹോദരി അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്നു. അവർക്ക് 2 മക്കളുണ്ട്, 2 ആൺമക്കളുണ്ട്. അവരിങ്ങനെ വളർന്നു വരികയാണ്. റീത്ത പുണ്യവതി ഞെട്ടലോടെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു. ഈ 2 മക്കളുടെ ഹൃദയത്തിൽ അവരുടെ അപ്പനെ കൊന്ന കൊലയാളികളോട് കടുത്ത പക വളർന്നു വരുന്നതായി റീത്ത പുണ്യവതി ശ്രദ്ധയിൽപ്പെട്ടു. റീത്ത പുണ്യവതി എപ്പോഴും ആ മക്കളോട് പറഞ്ഞു, മക്കളെ, ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യമായ രാജ്യം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാനും നിങ്ങൾ ക്ഷമിക്കണം. ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ നോക്കണം. നിങ്ങളുടെ അപ്പനെ കൊല ചെയ്തവരോട് നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കണം. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ 2 മക്കളും കൊലപാതകികളെ ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും കൊല ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പ്രതികാരത്തിൽ വളരുന്നതാണ് റീത്ത പുണ്യവതി കാണുന്നത്. എത്ര പറഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറ്റമില്ലെന്ന് കണ്ടപ്പോൾ റീത്ത പുണ്യവതി ദൈവസന്നിധിയിൽ നിലവിളിച്ച ഒരു കാര്യമുണ്ട്. ദൈവമേ, എൻ്റെ മക്കൾ ഈ ഭൂമിയിൽ കൊലപാതകം ചെയ്ത് അവരുടെ ആത്മാക്കൾ നിത്യമായി നഷ്ടപ്പെടുന്നതിനേക്കാൾ അവർ ഈ ഭൂമിയിൽ നിന്ന് ആ പാപത്തിൽ വീഴുന്നതിന് മുമ്പ് മരിച്ചു പോവുകയാണെങ്കിൽ അതാണ് ഞാൻ കൂടുതൽ വിലമതിക്കുന്നത്. നോക്ക്, ഒരു അമ്മയുടെ വിശുദ്ധ ഒരു അമ്മയുടെ പ്രാർത്ഥന. എൻ്റെ ഈ മക്കൾ ഈ ഭൂമിയിൽ വരപ്രസാദം നഷ്ടപ്പെട്ട് പാപത്തിൽ വീണ് അവരുടെ ആത്മാവ് നിത്യമായി നശിച്ചു പോകുന്നത് കാണുന്നതിനേക്കാൾ ആ പുണ്യവതി ഇഷ്ടപ്പെട്ടത് ആത്മാവ് നഷ്ടപ്പെടാതെ ഒരു 10 ദിവസം ജീവിച്ചുള്ളെങ്കിൽ 10 ദിവസം ജീവിച്ചിട്ട് ആത്മാവ് നഷ്ടപ്പെടാതെ ഈ ലോകം വിട്ടു പോകുന്നതിന് വിലയുള്ളതായി കണ്ട പുണ്യവതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുണ്യവതിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ 2 ആൺമക്കൾക്കും ചില പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോകേണ്ടി വന്നു. അതിനുശേഷം റീത്ത പുണ്യവതി ഏകാന്തമായി തപസ്സിന് ജീവിതകാലം മുഴുവൻ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തെ ആരാധിക്കാനും വേണ്ടി തപസ്സും പ്രാശ്ചിത്വവുമായി കഴിഞ്ഞുകൂടി. നോക്കുക, ആ പുണ്യവതിയുടെ ഹൃദയത്തിൻ്റെ വലിയ ആഗ്രഹം, എൻ്റെ മക്കളുടെ ആത്മാക്കൾ ഈ ഭൂമിയിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വരപ്രസാദം നഷ്ടപ്പെട്ട് അവർ ജീവിക്കാൻ ഇടവരരുത്. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞും നിലവിളിച്ചും പ്രാർത്ഥിച്ച പുണ്യവതി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം. അതുതന്നെയല്ലേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 29-30 വാക്യം ഈശോ പറഞ്ഞത്, നിന്റെ കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. 2 കണ്ണുകൾ ഉള്ളവനായി നിത്യനരകാഗ്നിയിൽ പീഡിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഈ ഭൂമിയിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി, സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ മറ്റു കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഒരു നഷ്ടമല്ല എന്നാണ് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിത്യ നരകത്തെ ഗൗരവത്തോടെ കണക്കാക്കാനും നിത്യ നരകാഗ്നിയിൽ നിബന്ധിക്കാതിരിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ എന്ത് നഷ്ടങ്ങൾ സഹിച്ചാലും അതൊരു നഷ്ടമല്ലെന്ന് ചിന്തിക്കാനുമുള്ള കൃപ തരണം. അതിനെ ഗൗരവത്തോടെ കാണാൻ അനുഗ്രഹിക്കണമേ. ആത്മാവും ശരീരവും നഷ്ടപ്പെടുന്ന സ്ഥലമാണ് നിത്യനരകാഗ്നി. ഈ ഒരു തിരിച്ചറിവോടുകൂടെ ഈ ഭൂമിയിൽ ശരീര നൈർമല്യങ്ങളോടെ ജീവിക്കാൻ ദൈവമേ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഇവരുടെ ആത്മാക്കളെയും ഇവരുടെ ജീവിതത്തെയും ഇവരുടെ ശരീരത്തെയും നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാത്താൻ കൗശലപൂർവ്വം ഉയർത്തിയിരിക്കുന്ന ഓരോ കെണികളും തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എളിമയോടുകൂടെ 2 കരങ്ങളും കൂപ്പി നമ്മുടെ രക്ഷിതാവായി യേശുവിനോട് പ്രാർത്ഥിക്കാം. യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ചവനെ, അങ്ങയുടെ മുറിവുകളേറ്റ ആണിപ്പഴുതുകളേറ്റ ആ തിരുക്കരങ്ങൾ എൻ്റെ ശിരസിലേക്ക് വെച്ച് രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ. പാപിയായ എന്നെ വിശുദ്ധീകരിക്കണമേ. എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ. പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ദിവ്യ മാവിനാലെന്നെ അഭിഷേകം ചെയ്ത അനുഗ്രഹിക്കണേ. ദൈവമേ, അങ്ങയുടെ ദിവ്യ മാവിനാലെന്നെ അഭിഷേകം ചെയ്ത അനുഗ്രഹിക്കണേ. അഭിഷേകം ചെയ്ത അനുഗ്രഹിക്കണേ. അഭിഷേകം ചെയ്ത അനുഗ്രഹിക്കണേ. 2 കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തി എല്ലാവരും ഉറക്കെ യേശുവിന്റെ നാമം വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഈ നിമിഷം കരഞ്ഞ് അങ്ങയുടെ നാമം നിലവിളിച്ച് അപേക്ഷിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ സമൂഹങ്ങളിലേക്കും ഓരോ മകനിലേക്കും ഓരോ മകളിലേക്കും യേശുവേ സ്വർഗത്തിൽ നിന്നുള്ള ഉന്നതമായ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ. കടബാധ്യതയുടെയും കുടുംബ പ്രയാസങ്ങളുടെയും ഒരുപാട് തകർച്ചകളുടെയും കണ്ണുനീരിൻ്റെയും ചരിത്രങ്ങൾ കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, തടസ്സങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, വിവാഹ തടസ്സം അനുഭവിക്കുന്നവർ, പഠന തടസ്സം അനുഭവിക്കുന്നവർ, സ്ഥലം വിൽക്കാൻ ബുദ്ധിമുട്ടുന്നവർ, വീട് വെക്കാൻ പ്രയാസപ്പെടുന്നവർ, ഓരോ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടി തടസ്സപ്പെട്ട് കിടക്കുന്ന തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.